students, welcome back to my channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സിന്റെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് 2-3 വീഡിയോസ് ആയിട്ട് നമ്മൾ MPMCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം തന്നെ. ഫ്ലാഗ് രജിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ കമ്പാരിസൺ ഓഫ് 8086, 8085, 8088, then മെമ്മറി സെഗ്മെന്റേഷൻ, ഈ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ് ഓഫ് 8086. എന്തുകൊണ്ടാണ് സിഗ്നൽസിന് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്? നിങ്ങൾക്ക് 8086 ഡയഗ്രം ഒക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ നോട്ട്സിനകത്ത് കണ്ടിട്ടുണ്ടാവും ഓരോ സിഗ്നൽസ് പറയുന്നുണ്ട്, പക്ഷെ ഒരു ചെറിയ സെന്റൻസ് നമുക്ക് കറക്റ്റായിട്ട് ആ സിഗ്നലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സാമിൽ എഴുതുമ്പോൾ ഓർത്തിരിക്കത്തില്ല നിങ്ങൾ. സോ ആ സിഗ്നൽ എന്താണെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എക്സാമിൽ എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റും കൂടെ പറഞ്ഞുതരാം. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ് ഓഫ് 8086. 8086ന്റെ സിഗ്നൽസിന്റെ ഫംഗ്ഷൻ ഏതൊക്കെയാണ്? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നൽസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സിഗ്നൽ ആണ് ALE, അഡ്രസ് ലാച്ച് എനേബിൾ എന്നാണ് ഈ ഒരു സിഗ്നലിനെ പറയുന്നത്. ആക്റ്റീവ് ഹൈ സിഗ്നൽ. ALE ഈസ് ആക്റ്റീവ് വെൻ ഇറ്റ് സിഗ്നൽ ഈസ് ഹൈ. അതായത് സിഗ്നൽ ഹൈ, അതിൻ്റെ സിഗ്നൽ ഹൈ ആവുന്ന കേസിലാണ് ALE ആക്റ്റീവ് ആവുന്നത്. അതുപോലെ തന്നെ ചില സിഗ്നൽസിൻ്റെ കാര്യത്തിൽ ലോ ആവുമ്പം ആക്റ്റീവ് ആവുന്ന സിഗ്നൽസും ഉണ്ട്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. സിഗ്നൽ ഹൈ ആവുന്ന കേസിൽ ALE ആക്റ്റീവ് ആകുന്നു. ഇനി ഇൻഡിക്കേറ്റ് അഡ്രസ് സ്പേസ്. വെൻ ALE ഈസ് ഹൈ മീൻസ് അഡ്രസ് ഈസ് ഓൺ ദ AD0, AD15 ലൈൻസ്. സോ ഇതിൻ്റെ പ്രത്യേക AD0, AD15 ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4th പോയിന്റിലാണ് അതിൻ്റെ കാര്യം പറയുന്നത്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ AD0, AD15 ലൈൻസ് ആ ഒരു ലൈനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അഡ്രസ്സിനെ അതുപോലെ തന്നെ അതിന് ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും ഓൺ ഡിഫറെൻറ്റ് ടൈംസ്. ഒരു സമയം ഡാറ്റ ആയിരിക്കും, ഒരു സമയം അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അഡ്രസ്സ് വരുന്ന സമയം ആര് ആക്റ്റീവ് ആവും? ALE ആക്റ്റീവ് ആവുന്നു. എന്നിട്ട് അഡ്രസ്സ് ആണോ ഡാറ്റയാണോ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എൻഷുർ ചെയ്യുന്നത് ALE ആണ്. ഓക്കെ, അഡ്രസ്സിനെ തന്നെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. സോ ആ ഡാറ്റ അഡ്രസ് സെപ്പറേഷൻ ചെയ്യുന്നത് ആരായിരിക്കും? ALE ആയിരിക്കും. ഇനി ലാച്ചസ് ദ അഡ്രസ് it helps to capture and hold the address in an external latch. അപ്പം നമ്മുടെ ഈ AD0, AD15 ലൈനിൽ അഡ്രസ്സ് വരുമ്പോൾ എന്ത് ചെയ്യും? അഡ്രസ്സിനെ അത് ക്യാപ്ചർ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യും. എവിടെ? ഒരു എക്സ്റ്റേണൽ ലാച്ചിൽ. ലാച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ഹോൾഡറാണ്. ജസ്റ്റ് ആ ഒരു സംഭവത്തിനെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഹോൾഡറിനെയാണ് ലാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ലാച്ച് യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന അഡ്രസ്സ് വരുമ്പോൾ അഡ്രസ്സിനെ എടുത്ത് സേവ് ചെയ്ത് വെക്കും. എന്തിനാണ് സേവ് ചെയ്ത് വെക്കുന്നത്? ഫോർ ഫ്യൂച്ചർ യൂസ്. പിന്നെ എപ്പോഴെങ്കിലും അഡ്രസ്സ് നോക്കേണ്ട വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ് എക്സ്റ്റേണൽ ലാച്ചിൽ അത് സേവ് ചെയ്ത് വെക്കുന്നത്. സോ 4th പോയിന്റ് ആണ് സെപ്പറേറ്റ് അഡ്രസ് ആൻഡ് ഡാറ്റ. എൻഷുർ ദാറ്റ് ദ അഡ്രസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഡാറ്റ. ആസ് AD0, AD15 ലൈൻസ് ആർ യൂസ്ഡ് ഫോർ ബോത്ത് അഡ്രസ് ആൻഡ് ഡാറ്റ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ അല്ലെ, AD0, AD15 ലൈൻസ് ഡാറ്റേനെയും അതുപോലെ തന്നെ അഡ്രസ്സിനെയും പല പല സമയങ്ങളായിട്ട് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ALE എൻഷുർ ചെയ്യും, അതായത് അഡ്രസ്സ് ഈ സെപ്പറേറ്റഡ് ഫ്രം ഡാറ്റ. അത് എൻഷുർ ചെയ്യുന്നത് ആരാണ്? ALE ആണ്. യൂസ്ഡ് ബൈ എക്സ്റ്റേണൽ ലാച്ച്. സോ നമ്മൾ എക്സ്റ്റേണൽ ലാച്ച് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ടിപ്പിക്കലി യൂസ്ഡ് വിത്ത് ആൻ എക്സ്റ്റേണൽ ലാച്ച്. ലൈക്ക് 74LS37 അങ്ങനെ ഒരു ലാച്ചിൻ്റെ പേരാണ്. അപ്പോൾ എക്സ്റ്റേണൽ ലാച്ചാണ് യൂസ് ചെയ്യുന്നത് ടു സ്റ്റോർ ദ അഡ്രസ് ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡാറ്റ ട്രാൻസ്ഫർ. സോ നമ്മൾ പറഞ്ഞു അല്ലെ, AD0 ആ പർട്ടിക്കുലർ ലൈനകത്ത് ഡാറ്റയും അഡ്രസ്സും ഉണ്ട്. സോ ഡാറ്റ എടുത്തിട്ട് ആ എക്സ്റ്റേണൽ ലാച്ചിലേക്ക് ഡാറ്റ അല്ല അഡ്രസ്സിനെ എടുത്തിട്ട് എക്സ്റ്റേണൽ ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് അഡ്രസ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു എക്സ്റ്റേണൽ ലാച്ചിലാണ്. അപ്പോൾ ഇത്രയാണ് ALEയുടെ പോയിന്റ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ നോക്കാം. അഡ്രസ് ലാച്ച് എനേബിളിൻ്റെ ഷോർട്ട് പോയിന്റ് ആണ് ദിസ് ഈസ് ആൻ ആക്റ്റീവ് ഹൈ സിഗ്നൽ യൂസ്ഡ് ടു ഡീമൾട്ടിപ്ലെക്സ് ദ അഡ്രസ് ആൻഡ് ഡാറ്റ ലൈൻസ്. അപ്പോൾ അഡ്രസ്സിനെയും ഡാറ്റ ലൈൻസിനെ ഡീമൾട്ടിപ്ലെക്സ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്? ഈ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ആക്റ്റീവ് ഹൈ സിഗ്നലാണ് ALE എന്ന് പറയുന്നത്. ALE ഈസ് ഹൈ, ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് AD0, AD15 ലൈൻസ് കണ്ടെയ്ൻ അഡ്രസ്. ALE ഹൈ ആകുമ്പോൾ AD0, AD15 ലൈൻസിൽ അഡ്രസ് ആണ് ഉള്ളത്. സോ ഈ ഒരു സിഗ്നൽ യൂസ് ചെയ്യുന്നത് എന്താ? ഈ സിഗ്നൽ ഇസ് യൂസ് ടു ലാച്ച് ദ അഡ്രസ് ഇൻ ടു എക്സ്റ്റേണൽ അഡ്രസ് ലാച്ച്. അപ്പം ഈ 74LS373 അങ്ങനെയുള്ള സിമിലർ ആയിട്ടുള്ള ലാച്ചിൽ എക്സ്റ്റേണൽ അഡ്രസ് ലാച്ചിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ സിഗ്നൽ അഡ്രസ്സിനെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സോ ദ അഡ്രസ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്? ഹെൽഡ് അഡ്രസ്സിന് ഈ പറഞ്ഞ ഡാറ്റ ട്രാൻസ്ഫർ, നമ്മുടെ AD0, AD15 ലൈൻസ് ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അഡ്രസ്സിനെ എടുത്ത് സ്റ്റേബിളായിട്ട് ഹെൽഡ് ചെയ്ത് വെക്കാൻ വേണ്ടി
ആണ് ഈ ഒരു എക്സ്റ്റേണൽ ലാച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എസെൻഷ്യലി ALE ഹെൽപ്സ് ടു സെപ്പറേറ്റ് ദ അഡ്രസ് ഓഫ് ദ ഡാറ്റ. ഇപ്പോൾ ALE ഹെൽപ്പ് ചെയ്യുന്നത് അഡ്രസ്സിനെയും ഡാറ്റേനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എനേബിളിംഗ് ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദ മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ഓർ ഡാറ്റാ ബസ്. അപ്പോൾ മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് അല്ലെങ്കിൽ ഡാറ്റാ ബസ്സിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിനെ എൻഷുർ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ALEയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഓക്കെ, സോ നിങ്ങൾക്കിപ്പം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? സിഗ്നൽ ഹൈ ആവുന്ന കേസിലാണ് ആക്റ്റീവ് ആവുന്നത്. അതുപോലെ തന്നെ 8086 നമ്മുടെ AD15 ലൈനിൽ അഡ്രസ്സ് വരുമ്പോഴാണ് ALE അവിടെ ഹൈ ആവും, ALE ആക്റ്റീവ് ആവുന്നത്, ALE ഹൈ ആവുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്? അത് സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ AD15 ലൈൻസിൽ ഡാറ്റേനെയും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്രസ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്രസ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ALE വന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ സെപ്പറേറ്റ് ആണോ എന്ന് ആദ്യം എൻഷുർ ചെയ്യും. അഡ്രസ്സും ഡാറ്റയും സെപ്പറേറ്റ് ആണോ എന്ന് എൻഷുർ ചെയ്യും. എന്നിട്ട് ആ അഡ്രസ്സിനെ എടുത്ത് എവിടെ ഒരു എക്സ്റ്റേണൽ ലാച്ചിലേക്ക് കൊണ്ട് സേവ് ചെയ്ത് വെക്കും. എന്തിനാണ്? ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് എക്സ്റ്റേണൽ ലാച്ചിൽ കൊണ്ട് ഹെൽഡ് ചെയ്ത് അവിടെ സേഫ് ആയിട്ട് അവിടെ വെക്കും. എന്നിട്ടത് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ALEയുടെ ഫംഗ്ഷൻ. ഇനി നമുക്ക് നോക്കാം അടുത്ത ഒരു സിഗ്നലാണ് DT or R. ഡാറ്റ ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ ഡാറ്റ റിസീവ് സിഗ്നലിനാണ് DT or R എന്ന് പറയുന്ന സിഗ്നലിനെ പറയുന്നത്. സോ ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഡയറക്ഷൻ കൺട്രോൾ, ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഡാറ്റ ഫ്ലോ ത്രൂ ദ ഡാറ്റ ബസ് ട്രാൻസീവേഴ്സ്. അപ്പോൾ ഡാറ്റ ബസ് ട്രാൻസീവേഴ്സിൽ ഡാറ്റയുടെ ഫ്ലോ എങ്ങോട്ടാണ്? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുവാണോ അതോ ഡാറ്റ റിസീവ് ചെയ്യണോ? അപ്പം രണ്ടും രണ്ട് ഡയറക്ഷനാണ്. അപ്പോൾ ഏത് ഡയറക്ഷനാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ കൺട്രോൾ ഈ DT or R സിഗ്നൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് ട്രാൻസ്മിറ്റ് ഹൈ, അതായത് ഈ സിഗ്നൽ ഹൈ ആവുന്ന കേസിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. വെൻ DT or R ഈസ് ഹൈ, 8086 in transmit mode, meaning it sends data to the external device, memory അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ എക്സ്റ്റേണൽ ഡിവൈസുകളായിട്ടുള്ള മെമ്മറി അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ 8086. അതായത് അതൊരു ട്രാൻസ്മിറ്റ് മോഡിലാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ഈ ഒരു സിഗ്നൽ DT or R ഹൈ ആയിട്ട് കാണിക്കും. ഓക്കെ, അപ്പം നമ്മുടെ 8086 ട്രാൻസ്മിറ്റ് മോഡാണ്. അതായത് സെൻഡ് ഡാറ്റ ടു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ള കേസിൽ ട്രാൻസ്മിറ്റ് ഹൈ ആയിരിക്കും വരുന്നത്. ഇനി റിസീവ്, അതായത് ലോ മോഡാണ്. അതായത് DT or R ലോ ആണെങ്കിൽ 8086 റിസീവ് മോഡിലാണ്. മീനിങ് ഇറ്റ്സ് റിസീവിങ് ഡാറ്റ ഫ്രം എക്സ്റ്റേണൽ ഡിവൈസ്, മെമ്മറി അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളിൽ നിന്ന് ഡാറ്റയെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സിഗ്നൽ ലോ ആയിരിക്കും. അതായത് നമ്മുടെ 8086 ലോ റിസീവ് മോഡിലാണെന്നാണ് പറയുക. ഇനി അടുത്ത് യൂസ്ഡ് വിത്ത് ഡെൻ. ഈ ഡെൻ നമുക്ക് നെക്സ്റ്റ് പറയുന്നുണ്ട്. സോ വർക്ക്സ് ഇൻ കൺജക്ഷൻ വിത്ത് ഡെൻ, ഡാറ്റ എനേബിൾ സിഗ്നൽ ടു മാനേജ് ഡാറ്റ ബസ് ട്രാൻസീവേഴ്സ് എൻഷുറിംഗ് കറക്റ്റ് ഡാറ്റ ഫ്ലോ ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ഡാറ്റ എനേബിൾ സിഗ്നലുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഡാറ്റയുടെ മാനേജ് ഡാറ്റ ബസ് ട്രാൻസീവേഴ്സ് എൻഷുറിംഗ് കറക്റ്റ് ഡാറ്റ ഫ്ലോ ഡയറക്ഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡാറ്റ എനേബിൾ സിഗ്നലുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഡാറ്റ ഫ്ലോ ഡയറക്ഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്നത് ഇവരുടെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്രയാണ് DT or Rൻ്റെ സിഗ്നലിൻ്റെ ഫംഗ്ഷൻസ്. ഇനി നമുക്കൊരു സെൻറ്റൻസ് ആയിട്ട് നോക്കിയാലോ. DT or R ഡാറ്റ ട്രാൻസ്ഫർ റിസീവ് സിഗ്നൽ ഇൻ 8086 മൈക്രോ പ്രോസസ്സർ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഡാറ്റ ഫ്ലോ. ഡാറ്റ ഫ്ലോയിൻ്റെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആളാണ് DT or R സിഗ്നൽ. വെയർ ഹൈ മീൻസ് ദ പ്രോസസ്സർ ട്രാൻസ്മിറ്റ് ദ ഡാറ്റ. അതായത് DT or R ഹൈ ആണെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ലോ ആണെങ്കിൽ ഡാറ്റ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആ പോയിന്റ് എന്താണ്, ആ ഒരു സംഭവം, ആ സിഗ്നൽ എന്താണെന്ന് മാത്രം എഴുതിയാൽ മതിയെങ്കിൽ ഈ ഒരു പോയിന്റ് മതി. പക്ഷെ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിച്ചാൽ കുറച്ചും കൂടെ ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത സിഗ്നലാണ് ഡെൻ, ഡാറ്റ എനേബിൾ സിഗ്നലാണ് ഈ ഒരു സിഗ്നലിന് പറയുന്നത്. അപ്പോൾ കൺട്രോൾസ് ബൈ ഡയറക്ഷണൽ ഡാറ്റ ബസ് ട്രാൻസീവേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ലാസ്റ്റ് സിഗ്നലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബൈ ഡയറക്ഷണൽ ഡാറ്റ ബസ് ട്രാൻസീവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഡാറ്റ എനേബിൾ സിഗ്നൽ. എനേബിൾസ് ദം ടു എയ്തർ ഡ്രൈവ് ഡാറ്റ ഓൺ ടു ദ ബസ് ഓർ റിസീവ് ഡാറ്റ ഫ്രം ദ ബസ്. നമ്മൾ പറയുകയാണ് ഈ പറയുന്ന ഡാറ്റേനെ ഒന്നെങ്കിൽ റിസീവ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. 8086 നിന്ന് എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നു. ഈ ഒരു ഡാറ്റയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെ എനേബിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഡാറ്റ എനേബിൾ ബസ്. സോ എസെൻഷ്യൽ ഫോർ മാനേജിങ് ഡാറ്റ ഫ്ലോ ഡയറക്ഷൻ ഡ്യൂറിങ് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷന് വേണ്ട മാനേജിങ് ഡാറ്റ ഫ്ലോ ഡയറക്ഷൻ്റെ മാനേജിങ് കാര്യങ്ങൾ അതെല്ലാം ചെയ്യുന്നത് ഡാറ്റ എനേബിൾ സിഗ്നലാണ്. സോ എൻഷുർ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് എക്സ്റ്റേണൽ ഡിവൈസും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള പ്രോപ്പറായുള്ള കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യുന്നതും ഡെൻ ആണ്.
synchronizes with the DTOR. നമ്മൾ ലാസ്റ്റ് DTORന്റെ കേസിൽ പറഞ്ഞ അതേ സംഭവമാണ് synchronizes with ഇത് DTORുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ടു ഡിറ്റർമൈൻ ഡയറക്ഷൻ ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ഓഫ് ദ ബസ്സിന്റെ ഡാറ്റ ട്രാൻസ്ഫറിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നു. ഇതാണ് ഡാറ്റ എനേബിൾ സിഗ്നൽ. ഇനി ഇതിൻ്റെ ഒരു പോയിന്റ് ആണ് ഡാറ്റ എനേബിൾ സിഗ്നൽ 8086 മൈക്രോ പ്രോസസ് യൂസ് ടു കൺട്രോൾ ബൈഡയറക്ഷണൽ ഡാറ്റാബേസ് ട്രാൻസ്സീവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ദീസ് ട്രാൻസ്സീവേഴ്സ് ടു എയ്തർ ഡ്രൈവ് ഡാറ്റ ഓൺ ടു ദ ബസ്. അപ്പോൾ ഇത് എനേബിൾ ചെയ്യുന്നു ട്രാൻസ്സീവറിനെ ഒന്നെങ്കിൽ ഡാറ്റ ബസ്സിലേക്ക് കൊടുക്കുകയാണ്, ബസ്സിലേക്ക് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം അതിന് നമുക്ക് ഡ്യൂറിങ് റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ റിസീവിങ് ഡാറ്റ, അപ്പോൾ വേറൊരു ബസ്സിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യുന്നെങ്കിൽ നമുക്ക് റീഡ് ഓപ്പറേഷൻ എന്ന് പറയാം. എൻഷുറിങ് പ്രോപ്പർ ഡാറ്റ ഫ്ലോ ഡയറക്ഷൻ. അപ്പം ഈ ഒരു ഡാറ്റ എനേബിൾ ആണ് പ്രോപ്പർ ഡാറ്റ ഫ്ലോ ഡയറക്ഷനെ എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിഗ്നൽ ആണ് ലോഗ് സിഗ്നൽ. നോക്കാം ലോഗ് സിഗ്നലിന്റെ ഫംഗ്ഷൻസ് എന്താണ്. എക്സ്ക്ലൂസീവ് കൺട്രോൾ വെൻ ആക്ടിവേറ്റഡ് പ്രിവെന്റ് അതർ പ്രോസസ്സേഴ്സ് ഓർ ബസ് മാസ്റ്റേഴ്സ് ഫ്രം ആക്സസിങ് മെമ്മറി ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട് അണ്ടർ ദ കറന്റ് ഓപ്പറേഷൻ ഇസ് കംപ്ലീറ്റഡ്. അതായത് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ മറ്റ് പ്രോസസ്സേഴ്സോ ബസ് മാസ്റ്റേഴ്സോ മെമ്മറിനെയോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിനെയോ ആക്സസ് ചെയ്യാൻ പാടില്ല. അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലോഗ് സിഗ്നൽ. സോ ലോഗ് സിഗ്നൽ ആക്ടിവേറ്റ് ആയിരിക്കുമ്പോഴത്തേക്ക് മറ്റു പ്രോസസ്സേഴ്സിനെയോ ബസ് മാസ്റ്റേഴ്സിനെയോ മെമ്മറിനെയോ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിനെയോ ആക്സസ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കത്തില്ല. അതാണ് ലോഗ് സിഗ്നലിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. ഇനി അടുത്താണ് അറ്റോമിക് ഓപ്പറേഷൻ. ചില സർട്ടൻ ഇൻസ്ട്രക്ഷൻസ് അറ്റോമിക്കലി, അതായത് സിംഗിൾ യൂണിറ്റ് ആയിട്ട് ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നതാണ് അടുത്തൊരു ഫംഗ്ഷൻ. എന്തിനായിരിക്കും അത്? സോ പ്രിവെൻറ്റിങ് ഇൻട്രപ്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചില ഇൻസ്ട്രക്ഷൻസ് എല്ലാം അറ്റോമിക്കലി സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എൻഷുർ ചെയ്യുന്നത് അടുത്തൊരു ഫംഗ്ഷനാണ്. ഇനി അടുത്താണ് ബസ് ആർബിട്രേഷൻ. ഫെസിലിറ്റേറ്റ് ബസ് ലോക്കിംഗ് ഡ്യൂറിങ് ക്രിട്ടിക്കൽ ഓപ്പറേഷൻസിന്റെ സമയത്ത് ബസ് ലോക്ക് ചെയ്ത് വെക്കുന്ന കാര്യം ഈ ലോഗ് സിഗ്നലാണ് ചെയ്യുന്നത്. എന്തിനായിരിക്കും? ടു മെയിൻറ്റെയിൻ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് സിസ്റ്റം സ്റ്റെബിലിറ്റി. ഡാറ്റ ഇൻറ്റഗ്രിറ്റി അതുപോലെ സിസ്റ്റം സ്റ്റെബിലിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചില ക്രിട്ടിക്കൽ ഓപ്പറേഷൻ സമയം ബസ് ലോക്ക് ചെയ്ത് വെക്കും. ഇനി അടുത്ത ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് മൾട്ടി പ്രോസസർ സിസ്റ്റത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫോർ കോർഡിനേറ്റിംഗ് ഷെയർഡ് റിസോഴ്സസ് എമംഗ് മൾട്ടിപ്പിൾ പ്രോസസർ. സോ മൾട്ടിപ്പിൾ പ്രോസസറിന്റെ കാര്യത്തിൽ റിസോഴ്സിനെ ഷെയർ ചെയ്യുകയാണ് അല്ലേ. ഒരുപാട് റിസോഴ്സ് ഉണ്ടാകും, ആ റിസോഴ്സുകളെല്ലാം ഷെയർ ചെയ്യുമ്പം അതിലൊരു കോർഡിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി ലോഗ് സിഗ്നൽ യൂസ് ചെയ്യും. അപ്പം ചില ഒരാൾ ഒരു റിസോഴ്സ് യൂസ് ചെയ്യുമ്പോൾ അടുത്ത ആൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു റിസോഴ്സ് ഷെയറിങ് അലോ ചെയ്യുന്നത് ലോഗ് സിഗ്നലിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇനി അതിന് നമുക്കൊരു സിംഗിൾ പോയിന്റ് നോക്കാം. ദ ലോഗ് സിഗ്നൽ ഇൻ ദ 8086 മൾട്ടിപ്രോസസർ എൻഷുവേഴ്സ് എക്സ്ക്ലൂസീവ് ആക്സസ് ടു ഷെയർഡ് റിസോഴ്സ് ഡ്യൂറിംഗ് ക്രിട്ടിക്കൽ ഓപ്പറേഷൻസ് പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി. അപ്പം ഇന്ററപ്ഷൻസ് പ്രിവെന്റ് ചെയ്യാനും ഡാറ്റ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഷെയർ ചെയ്ത റിസോഴ്സസിലേക്ക് എക്സസീവ് ആയിട്ടുള്ള ആക്സസിനെ ഒക്കെ കൺട്രോൾ ചെയ്ത് ലോക്ക് ചെയ്ത് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ലോഗ് സിഗ്നലാണ്. എക്സ്ക്ലൂസീവ് ആക്സസ് ടു ഷെയർഡ് റിസോഴ്സസ് ഡ്യൂറിംഗ് ക്രിട്ടിക്കൽ ഓപ്പറേഷൻസിന്റെ സമയത്ത് ഷെയർ ചെയ്ത റിസോഴ്സുകളിലേക്ക് ആക്സസ് എല്ലാം നോക്കി കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നത് ആരാണ്? ലോഗ് സിഗ്നലാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു സിഗ്നലാണ് ടെസ്റ്റ് സിഗ്നൽ. ടെസ്റ്റ് സിഗ്നലിന്റെ പ്രത്യേകം നോക്കാം. ഡയഗ്നോസ്റ്റിക് പർപ്പസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഡ്യൂറിംഗ് മാനുഫാക്ചറിംഗ് ഓർ ട്രബിൾ ഷൂട്ടിംഗ്. അപ്പോൾ മാനുഫാക്ചറിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ടിങ്ങിന്റെ സമയത്തോ ടെസ്റ്റിങ്ങിന് വേണ്ടി ഈ ബാക്കിയുള്ള അനലൈസിങ് അങ്ങനെയുള്ള പ്രോബ്ലം സോൾവിങ് അങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ടെസ്റ്റ് സിഗ്നൽ. ടെസ്റ്റ് നോട്ട് അഫക്ട് നോർമൽ ഓപ്പറേഷൻ. ടെസ്റ്റ് സിഗ്നൽ ഇസ് ടിപ്പിക്കലി ഇൻആക്റ്റീവ് ഡ്യൂറിംഗ് റെഗുലർ യൂസ് ആൻഡ് ഡസ് നോട്ട് ഇമ്പാക്ട് ദ പ്രോസസസ് നോർമൽ ഫംഗ്ഷൻ. ഒരു പ്രോസസറിന്റെ നോർമൽ ഫംഗ്ഷനിങ്ങിന്റെ സമയത്ത് ഇതിന് ഒന്നും ഇമ്പാക്ട് ചെയ്യാതെ, അതായത് എന്താണ് ഈ ടെസ്റ്റ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഇനാക്റ്റീവ് ആയിരിക്കും. റെഗുലർ യൂസിന്റെ സമയത്ത് ഇനാക്റ്റീവ് ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ ഇത് പ്രോസസറിന്റെ നോർമൽ ഫംഗ്ഷനിങ്ങിനെ ഇമ്പാക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇന്റേണൽ ടെസ്റ്റിംഗ്. സോ അല്ലെങ്കിൽ ഇന്റേണൽ സർക്യൂട്ടറി ടു ബി ടെസ്റ്റഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് എക്സ്റ്റേണൽ ഓപ്പറേഷൻ. അപ്പോൾ ഇത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടെസ്റ്റ് സിഗ്നൽ. എക്സ്റ്റേണൽ ഓപ്പറേഷൻസിനെ ഒന്നും അഫക്റ്റ് ചെയ്യാതെ ഇന്റേണൽ ടെസ്റ്റിംഗ് എല്ലാം കറക്റ്റായിട്ട് നടത്തും. കൺട്രോൾ എൻവയോൺമെന്റ് ടിപ്പിക്കലി ആക്ടിവേറ്റ് ഓൺലി ഇൻ സ്പെസിഫിക് ടെസ്റ്റിംഗ് എൻവയോൺമെന്റ്സ് ഓഫ് സെനേറിയോസ് വേർ ഡയഗ്നോസ്റ്റിക് ചെക്സ് ആർ റിക്വയർഡ്. ഡയഗ്നോസ്റ്റിക് ചെക്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ആവശ്യമുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റിംഗ് എൻവയോൺമെന്റ്സിലും സെനേറിയോസിലും മാത്രമേ ടെസ്റ്റ് സിഗ്നൽ ആക്ടിവേറ്റ് ആവാറുള്ളൂ. ഓക്കെ, നമുക്ക് അതിൻ്റെ സിംഗിൾ സെൻറ്റൻസ് നോക്കാം. ടെസ്റ്റ് സിഗ്നൽ ഇൻ 8086 മൈക്രോ പ്രോസസർ യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്റേണൽ ഡയഗ്നോസ്റ്റിക്. അപ്പം ഇന്റേണൽ ഡയഗ്നോസ്റ്റിക്കും ടെസ്റ്റിങ്ങിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി യൂസ് ചെയ്യുന്ന അതിന് മാത്രം ആക്റ്റീവ് ആവുന്ന ഒരു സിഗ്നലാണ് ടെസ്റ്റ് സിഗ്നൽ. എൻഷുർ ത്രൂ ഇവാലുവേഷൻ വിത്തൗട്ട് ഇമ്പാക്ടിങ് നോർമൽ ഓപ്പറേഷൻ ഫംഗ്ഷൻ. നോർമൽ ഓപ്പറേഷൻ ഫംഗ്ഷൻസിനെ ഒന്നും ഇമ്പാക്ട് ചെയ്യാതെ ഇവാലുവേഷൻ കറക്റ്റായിട്ട് എൻഷുർ ചെയ്യുന്ന ഒരാളാണ് ടെസ്റ്റ് സിഗ്നൽ.
ഇനി അടുത്ത സിഗ്നലാണ് MNMX, അതായത് മിനിമം മാക്സിമം മോഡ് സിഗ്നൽ. മോഡ് സെലക്ഷൻ, ഫസ്റ്റത്തെ ഇവിടെ ഫംഗ്ഷൻ ആണ് മോഡ് സെലക്ഷൻ. ഡിറ്റർമൈൻസ് ഓപ്പറേഷൻ മോഡ് ഓഫ് ദ പ്രോസസ്. ആദ്യം എന്താ, മിനിമം മോഡാണോ മാക്സിമം മോഡാണോ എന്ന് ആ ഒരു മോഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇവരുടെ ഫംഗ്ഷൻ ആണ്. ഇനി അടുത്ത് മിനിമം മോഡ്, അതായത് MN ഓർ MX, അതായത് മിനിമം ഓർ മാക്സിമം സിഗ്നൽ 0 ആണ്. അതായത് മിനിമം മോഡിലാണെങ്കിൽ പ്രോസസർ കൺട്രോൾ സിസ്റ്റം ബസ് ഡയറക്റ്റ്ലി. അപ്പോൾ പ്രോസസർ ബസ്സിനെ ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ സിസ്റ്റത്തിന്റെ ബസ്സിനെ ഡയറക്റ്റ് ആയിട്ട് പ്രോസസർ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ മിനിമം മോഡ് എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, പ്രോസസർ ബസ്സിനെ ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്യൂട്ടബിൾ ഫോർ സിംഗിൾ പ്രോസസ് സിസ്റ്റം വെയർ 8086 കൺട്രോൾസ് ദ എൻറ്റയർ സിസ്റ്റം ബസ്. അപ്പം സിംഗിൾ പ്രോസസ് സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു 0 മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേർ ദ 8086 കൺട്രോൾ ദ എൻറ്റയർ സിസ്റ്റം. അപ്പോൾ 8086 ആണ് എൻറ്റയർ സിസ്റ്റം ബസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. സിംഗിൾ പ്രോസസ്സറാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി മാക്സിമം മോഡ്, അതായത് ഈ 1 ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യും മറ്റേ നമ്മൾ പറഞ്ഞു സിംഗിൾ പ്രോസസ്. അപ്പോൾ ഇവിടെ മൾട്ടി പ്രോസസ്സറിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. വേർ അഡീഷണൽ സപ്പോർട്ട് ചിപ്സ് മാനേജ് ബസ് ആർബിട്രേഷൻ ആയിട്ട് സിസ്റ്റം. അപ്പോൾ അഡീഷണൽ ചിപ്സ് ഉണ്ടായിരിക്കും അവിടെ ബസ് ആർബിട്രേഷൻ അഥവാ സിസ്റ്റം കൺട്രോളിനൊക്കെ വേണ്ടി മാനേജ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റം സപ്പോർട്ട് ചിപ്സുകൾ, അഡീഷണൽ സപ്പോർട്ട് ചിപ്സ് ഉണ്ടായിരിക്കും. ഇനി ലാസ്റ്റ് പോയിന്റ്, സിസ്റ്റം കോൺഫിഗറേഷൻ. MNMX പിൻ ഡിഫൈൻസ് പ്രോസസ്സേഴ്സ് ഓപ്പറേഷണൽ മോഡ്. അപ്പം പ്രോസസ്സറിന്റെ ഓപ്പറേഷണൽ മോഡിനെ ഡിഫൈൻ ചെയ്യുന്നത് MNMX പിന്നാണ്. ഇനി നമുക്ക് അതിനെ സിംഗിൾ സെന്റൻസ് നോക്കാം. MNMX മിനിമം മാക്സിമം മോഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറ്റർമൈൻസ് വെദർ ദ പ്രോസസർ ഓപ്പറേറ്റ്സ് ഇൻ എ സിംഗിൾ പ്രോസസർ എൻവയോൺമെന്റ്. അതായത് പ്രോസസർ സിംഗിൾ പ്രോസസർ എൻവയോൺമെന്റിലാണോ, അതായത് മിനിമം മോഡിലാണോ, അതോ മൾട്ടി പ്രോസസ് സിസ്റ്റം മാക്സിമം മോഡിലാണോ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരാണ് ആര്, MNMX, അതായത് മിനിമം മാക്സിമം മോഡ് സിഗ്നൽ. ഒരു സിഗ്നലും കൂടെ നോക്കാം, BHE സിഗ്നൽ, അതായത് ബസ് ഹൈ എനേബിൾ സിഗ്നൽ. ഈ BHE സിഗ്നലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കൺട്രോൾ സിഗ്നൽ ആണ്. 8086 മൈക്രോ പ്രോസസറിന്റെ കൺട്രോൾ സിഗ്നൽ ആണ്. ഇതെന്താ ചെയ്യുന്നത്, ദാറ്റ് എനേബിൾ അപ്പർ ഹാഫ് ഓഫ് ദ ഡാറ്റാബേസ് ഡ്യൂറിംഗ് ദ ബസ് സൈക്കിൾ. ബസ് സൈക്കിളിന്റെ സമയത്ത് ഡാറ്റാ ബസ്സിന് അപ്പർ ഹാഫിനെ എനേബിൾ ചെയ്യും. അപ്പർ ഹാഫ് എന്ന് പറഞ്ഞാൽ D8 to D15, D0 to D7 ആണ് ലോവർ ഹാഫ്, D8 to D15 ആണ് അപ്പർ ഹാഫ്. അപ്പോൾ അപ്പർ ഹാഫിനെ എനേബിൾ ചെയ്യുന്നത് ഈ ഒരു BHE സിഗ്നൽ ആണ്. ഇനി BHE ഹൈ ആവുന്ന കേസ് നമുക്ക് നോക്കാം. അപ്പർ ഹാഫ് ഓഫ് ദ ഡാറ്റാബേസ് ഇസ് എനേബിൾഡ്. അപ്പം BHE ഹൈ ആകുമ്പോൾ അപ്പർ ഹാഫ് എനേബിൾ ആണ്. സോ ഡാറ്റ ഇസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് മെമ്മറി ഓർ ഇൻപുട്ട്, മെമ്മറി അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും പ്രോസസറും തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ പ്രോസസർ ക്യാൻ ആക്സസ് ഹൈ ബൈറ്റ് ഓഫ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും, പ്രോസസർ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സിന്റെ ഹൈ ബൈറ്റിനെ ആക്സസ് ചെയ്യായിരിക്കും. അപ്പോൾ അതാണ് BHE ഈസ് ഹൈ. ഇനി വെൻ BHE ഈസ് ലോ, BHE ലോ ആവുന്ന കേസ് നമുക്ക് നോക്കാം. ലോവർ ഹാഫ് നമ്മൾ പറഞ്ഞു BHE ഹൈ ആവുന്ന കേസിൽ അപ്പർ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ലോവർ ഹാഫ് ആയിട്ടുള്ള ഡാറ്റാ ബസിന്റെ ലോവർ ഹാഫ് ആയിട്ടുള്ള D0 to D7 ആയിരിക്കും എനേബിൾ ആവുന്നത്. അലോവിങ് ഡാറ്റ ടു ബി ട്രാൻസ്മിറ്റ് ബിറ്റ്വീൻ ദ പ്രോസസർ ആൻഡ് മെമ്മറി. അപ്പം ഈ സമയത്ത് എന്താ, പ്രോസസറും മെമ്മറി ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് തമ്മിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുവാണ്. ഇനി അവിടെ എന്താ പ്രത്യേകത, പ്രോസസറിന് മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിന്റെ ലോ ബൈറ്റിനെ ആയിരിക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. മറ്റേടത്ത് ഹൈ ബൈറ്റ് ആയിരിക്കും, ഇവിടെ ലോ ബൈറ്റിനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ്, ദ BHE സിഗ്നൽ ഈസ് യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് ദ 80 അഡ്രസ് ലൈൻ ടു സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ബൈറ്റ് ഓഫ് ഡാറ്റ ഡ്യൂറിംഗ് എ ബസ് സൈക്കിൾ. ഒരു ബസ് സൈക്കിളിന്റെ സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബൈറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി 80 അഡ്രസ് ലൈനുമായിട്ട് കൺജക്ഷൻ നടത്തി ഈ ഒരു BHE സിഗ്നൽ അതുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, BHE സിഗ്നലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് BHE സിഗ്നൽ ഈസ് യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് 80 അഡ്രസ് ലൈൻ. അപ്പം 80 അഡ്രസ് ലൈനുമായിട്ട് കൺജക്ഷൻ നടത്തിയിട്ട് എന്താണ്, അപ്രോപ്രിയേറ്റ് ബൈറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു. എപ്പോൾ, ഓഫ് ഡാറ്റ ഡ്യൂറിംഗ് എ ബസ് സൈക്കിൾ. ദിസ് അലോസ് 8086 പ്രോസസർ ടു ആക്സസ് ബോത്ത് 8-bit ആൻഡ് 16-bit ഡാറ്റ ടൈപ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ 8086 പ്രോസസറിന് 8-bit 16-bit ഡാറ്റ ടൈപ്പിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരേ സമയം. ഓക്കെ, അപ്പോൾ ഇതാണ് BHE സിഗ്നൽ. ഇനി അതിൻ്റെ ഒരു സെൻറ്റൻസ് നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ യൂസിങ് ബസ് D5 to D8. അപ്പം ഡാറ്റ ബസ്സിൻ്റെ ട്രാൻസ്ഫർ ഒക്കെ നോക്കുന്നു. അതുപോലെ തന്നെ സിഗ്നൽ ഈസ് ലോ ഡ്യൂറിങ് ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ ലോ ആണ്. അതുപോലെ തന്നെ സിഗ്നൽ അടുത്ത ഒരു ക്ലോക്ക് സൈക്കിളിൽ എന്തായിരിക്കും, ദെൻ ആഫ്റ്റർ ഇറ്റ് ഈസ് ആക്റ്റീവ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോവർ ബൈറ്റ്, ഹയർ ബൈറ്റ്, അപ്പർ ലെയർ, അങ്ങനെയുള്ള കാര്യം പറഞ്ഞില്ലേ. സോ D0 to D7 എന്തായിരിക്കും, സിഗ്നൽ BHE ലോ ആയിരിക്കും, അടുത്ത സെക്കൻഡ് ഇതിൽ ഹൈ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സിഗ്നൽസ് എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പോൾ താങ്ക് യു, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സ്റ്റുഡൻസ്, ബൈ ബൈ.